കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 3 പേർ കുറ്റക്കാർ. മഞ്ചേരി 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി M. തുഷാറാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2ാം പ്രതിയും ഷൈബിന്റെ മാനേജറുമായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, 6ാം പ്രതി മുക്കട്ട നടുത്തൊടിക നിഷാദ് എന്നിവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കേസിൽ 9 പേരെ വെറുതെ വിട്ടു. കേസിലെ 7ാം പ്രതി നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. മൈസൂരു സ്വദേശിയായ ഷാബാസ് ഷെരീഫിനെ 1 കൊല്ലത്തോളം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു കൊന്ന കേസിലാണ് കോടതി വിധി പറഞ്ഞത്. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. പ്രതികൾക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധിക്കും. സംസ്ഥാനത്ത് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിലെ ആദ്യ വിധിയാണിത്. ഈ കേസിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും. ഡെഡ് ബോഡി ഇല്ല, അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ കൊലപാതകം, ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ FIR-ഉം അതിൻ്റെ അന്വേഷണവും പോകുന്നത്. അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അഭിമാനകരമായ നേട്ടം എന്നതിനും അപ്പുറം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ദുരന്തങ്ങൾ, പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ വിധി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഏതൊരു പ്രോസിക്യൂട്ടറും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അതിനുമപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും എൻറ്റയർ പോലീസ് ഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ വളരെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാനും ആ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത്. ആ രീതിയിലുള്ള സപ്പോർട്ട് പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ട്. ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കഘട്ടത്തിൽ തന്നെ ഈ കേസ് മലപ്പുറം ജില്ലാ പോലീസ് ചീഫ് സുജിത് ദാസ് അദ്ദേഹം ഈ കേസിൽ എടുത്തിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിന് ഒരു സമൂഹത്തിന് ഗുണകരം ആവുന്ന തരത്തിലുള്ള ഒരു പര്യവസാനം ഇതിനുണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള വലിയൊരു സ്ട്രെയിൻ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിഷ്ണു, അതുപോലെ തന്നെ റെനി, അനിൽ എന്നീ SI-മാർ, അതുപോലെ തന്നെ അസൈനാർ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിലെടുത്തിട്ടുള്ള ഒരു എഫർട്ടിൻ്റെ റിസൾട്ടാണ് ഇത് എന്നാണ്. അല്ലാതെ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ എൻറ്റയർ ഇൻവെസ്റ്റിഗേഷൻ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മറ്റതിലൊക്കെ ശരീരാവശിഷ്ടങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും. ഇതിൽ അവസാനമായിട്ട് 42 മുടികളാണ് സയൻറ്റിഫിക് ഇവർ ശേഖരിച്ചത്. 42 മുടികളിൽ കാറിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കൊണ്ടുപോയി പുഴയിൽ തള്ളി എന്ന് പറയുന്ന അതിനുപയോഗിച്ച കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടി, ആ ഒരു മുടിയാണ് മൈറ്റോകോൺഡ്രിയൽ DNA-യിലൂടെ ഈ മരിച്ച ഷാബാസ് ഷെരീഫിൻ്റെ ബന്ധുത്വത്തിലേക്കും അതുപോലെ തന്നെ ഈ ഷാബാസ് ഷെരീഫിലേക്കും DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.